ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 150 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1-1.5 ടീസ്പൂണൊക്കെ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു സോയാ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിൽ ഇതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ പെട്ടെന്ന് കുക്ക് ആവുകയും അതുപോലെ തന്നെ സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചിക്കൻ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് അതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ വീണ്ടും 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അത് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ആ ഒരു സവാളയുടെ പച്ചക്കടിയും അതുപോലെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടിയാൽ മതി. ചില കുട്ടികൾക്കൊന്നും ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പിസ്സ ഒക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന്ന് സവാളയും ക്യാപ്സിക്കും അങ്ങനെ പച്ചയായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ അവരുടെ ഉള്ളിലെത്തിക്കോളും. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങ് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏത് സോസാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും സവാളയും കൂടി ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസൊക്കെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫ്ലേവറിനായിട്ട് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ മുകളിൽ ഇതുപോലെ വെതറി കൊടുക്കുക. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിതാ ഈ ഒരു ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് കരിഞ്ഞു പോകരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോവാത്ത ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീസ് മെൽറ്റായി കിട്ടും. അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താലും ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തും അതുപോലെ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്